മുക്കല്ലഫായതിനു ശേഷം, പ്രായപൂർത്തി എത്തിയതിനു ശേഷം നഷ്ടപ്പെട്ട നിസ്കാരങ്ങളുടെ കണക്ക് ഏതെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ റമളാനാകാൻ വേണ്ടി കാത്തിരിക്കണ്ട. ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. റമളാനാകുമ്പോ നിസ്കാരം കുറെ ഫർള് ബാക്കിയുണ്ട്, അതുകൊണ്ട് തറാവീഹ് പറ്റോ ഇല്ലേ എന്നൊരു ചോദ്യമായിട്ട് വരും. അപ്പോ നബിനെ തറാവീഹ് കൂടി നിസ്കരിക്കണ്ടല്ലോ, ഒരു ചോദ്യമായിട്ട് വരും. അത് തറാവീഹുമായി മാത്രം ബന്ധിക്കുന്ന ഒരു വിഷയവും അല്ല, ഇപ്പോഴും നിർവഹിക്കേണ്ടതാണ്. അവനവന്റെ ജോലിക്കും ആരോഗ്യത്തിന് വേണ്ട ഉറക്കത്തിനും വിശ്രമത്തിനും വേണ്ട സമയം ഒഴിവാക്കി ബാക്കിയുള്ള മിക്ക സമയങ്ങളും അതിനുവേണ്ടി ചെലവഴിക്കൽ നിർബന്ധമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പഠിപ്പിച്ചത്. വയൽസമുഹു സർഫു ജമീഇ സമനിഹി, സമയം മുഴുവനും അവൻ തിരിക്കണം നിസ്കാരം വീട്ടുന്നതിന് വേണ്ടി. ജോലിക്കും ഭക്ഷണത്തിനും ഉറക്കത്തിനും വിശ്രമത്തിനും വേണ്ട സമയം മാറ്റിവെച്ച് ബാക്കി മുഴു സമയങ്ങളും അതിനു വേണ്ടി തിരിക്കണം. കാരണം അത് ചെറിയ ഒരു കാര്യമായി കണക്ക് കൂട്ടരുത്. മക്കളോട് ഉമ്മമാര് പറയണം, പ്രായപൂർത്തി എത്തിയതിനു ശേഷം മോനെ ഒരൊറ്റ നിസ്കാരവും ഒഴിവാക്കി പോകരുത്. അങ്ങനെ ഓരോ നിസ്കാരവും ഓരോ ദിവസം അങ്ങനെ പെരടിയിൽ വന്നാൽ ഭാവിയിൽ അത് വെച്ച് കൂട്ടി നോക്കുമ്പോൾ ഒരുപാടുണ്ടാകും. ഖളാ വീട്ടട്ടെ എന്ന് കരുതിയിട്ടൊന്ന് ശ്രമം നടത്തി നോക്കും. ഇതൊക്കെ കൂടി വീട്ടാൻ കഴിയൂല, അല്ലാഹു അങ്ങ് മാപ്പാക്കി തന്നോളും എന്ന് കരുതിയിട്ടൊരു ഭാഗത്തത് ബാക്കി വെക്കും. സഹോദരങ്ങളെ, നിസ്കാരം ഖളാ ആയി തീരുന്നു എന്ന് പറയുന്നത് അത് ഒരു ചെറിയ വിഷയമായി കണക്കുകൂട്ടരുത്, വലിയൊരു സംഗതിയാണ്. വൻകുറ്റമായി നമ്മൾ എണ്ണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ അത്. വൻകുറ്റങ്ങളിൽ പെട്ടതാണല്ലോ കാര്യകാരണമില്ലാതെ നിസ്കാരം സമയത്തൊട്ട് പിന്തിക്കുക എന്ന് പറയുന്നത്. വ്യഭിചരിക്കും പോലെ, മദ്യപിക്കും പോലെ, മാതാപിതാക്കളെ വെറുപ്പിക്കും പോലെ, പലിശ ഭക്ഷിക്കും പോലെ, കൈക്കൂലി കൊടുക്കും പോലെ, വാങ്ങും പോലെ എണ്ണേണ്ട വൻകുറ്റങ്ങളിൽപ്പെട്ടൊരു വൻകുറ്റമാണിത്. ഞാൻ അങ്ങനെ എണ്ണിയെന്നല്ല നിങ്ങൾ കണക്കാക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്. വൻകുറ്റങ്ങളൊക്കെ വിശദീകരിച്ച പണ്ഡിതന്മാർ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ ഒരു പ്രത്യേകം കിതാബ് എഴുതിയ മഹാനാണ്. ഇമാം ഹാഫിദു സുബ്കി ആ വിഷയം പ്രത്യേകം വിശദീകരിച്ച മഹാനാണ്. എല്ലാ പണ്ഡിതന്മാരും ആ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയൊരു വിഷയമാണിത്. ഒരു ചെറിയ സംഗതിയായി കണക്കുകൂട്ടേണ്ട ഒന്നല്ല. ഒരു ദിവസം മദ്യപിക്കുന്നതും നിസ്കാരം ഖളാക്കുന്നതും രണ്ടും വൻകുറ്റമാണ്. സുബ്ഹാനല്ലാഹ്, ഒന്നുകൂടി കൂടുതൽ ഡേഞ്ചറായി മഹാന്മാര് വിലയിരുത്തുന്നത് നിസ്കാരം സമയത്തിൽ നിന്ന് പിന്തിക്കുന്നതല്ലേ. അതിന് നിശ്ചയിച്ച കാരണങ്ങൾ രണ്ട് കാരണങ്ങളാണ്, അല്ലാഹു തആല ശിക്ഷിക്കാത്ത കാരണങ്ങൾ. ഒന്ന് ഉറക്കം, അത് അനിയന്ത്രിതമായ ഉറക്കത്തെ പറ്റിയാണ്. എന്നും ഉറങ്ങി എഴുന്നേറ്റ് നിസ്കാരം ഖളാക്കുന്നവനെ പറ്റിയല്ല. നിസ്കാരം നിസ്കരിക്കുന്ന ആള് തന്നെയാണ്, പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് ഒരു ദിവസം അങ്ങനെ ഉറങ്ങിപ്പോയി. എഴുന്നേറ്റവൻ നിസ്കരിച്ചാൽ മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കില്ല. ആ വിഷയം പഠിപ്പിക്കാൻ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നിസ്കാരം അല്ലാഹു തആല അങ്ങനെ നിയമം പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ സ്വഹാബിമാരും എല്ലാവരും ഉണ്ട്. മദീനയിലേക്ക് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് ഈ മലഞ്ചെരിവിൽ വിശ്രമിച്ച് നമുക്ക് നാളെ പോകാം. എല്ലാവരും അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരു ചെറിയ ടെന്റ് ഉണ്ടാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൗകര്യം ചെയ്തു. നല്ല ഒരു ഭാഗം നോക്കിയിട്ട് അവിടുന്ന് ചോദിച്ചു, ആരാണ് കാവൽ നിൽക്കുക? കാവൽ നിൽക്കുക ആരാണ് എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ കാവൽ നിൽക്കാം. എല്ലാവരെയും വിളിക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു എല്ലാവരെയും വിളിക്കാമെന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കം മറ്റു സ്വഹാബിമാരെല്ലാവരും ഉറക്കിലേക്ക് വീണു.
ഉറക്കം തുടങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം നിസ്കാരവും ഔറാദുകളുമായി കഴിഞ്ഞു. മഹാനവർകൾക്ക് തോന്നി ഒരൽപ്പം ഒന്ന് കിടന്നിട്ട് കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കാമെന്ന് തോന്നി. എന്നിട്ട് ചെറിയൊരു വിശ്രമം എന്ന നിലക്കൊരു ഭാഗത്തങ്ങ് കിടന്നു. ആ കിടന്ന കിടത്തം പിന്നെ വിളിക്കുന്നത് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സൂര്യൻ ഉദിച്ചിങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. കാവൽ നിർത്തിയ ആളെവിടെ നോക്കുമ്പോ കാവൽ നിർത്തിയ ആളൊരു ഭാഗത്ത് ഉറങ്ങുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തട്ടി വിളിച്ചു, അല്ല നിങ്ങളല്ലേ കാവൽ നിർത്തിയത്? എന്നിട്ട് നിങ്ങളാണോ ഉറക്കിലേക്ക് തൂങ്ങിയത്? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് എല്ലാവരെയും വിളിക്കാമെന്ന് കരുതി. ഇത്ര നേരമാകുമെന്നൊരു നിലക്കും വിചാരിച്ചില്ല. സ്വഹാബത്തിന്റെ മുഖത്ത് മുഴുവനും ഒരു സങ്കടം വന്നതുപോലെ ഒരു സുബ്ഹിന്റെ സമയം സൂര്യൻ ഉദിക്കുന്നത് വരെയായി പോയല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല, നമുക്ക് നിസ്കാരം നിർവഹിക്കാം. പക്ഷേ ഇവിടെ വെച്ച് വേണ്ട, ഇവിടെ ശൈത്താന്റെ ശർറ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് കാവൽ നിർത്തിയ ആള് വരെ ഉറക്കത്തിലേക്ക് വീണുപോയത്. സുബഹി തീരെ നിസ്കരിക്കാത്ത വീടോ ശൈത്താന്റെ വലിയ കേന്ദ്രമാണ് എന്നർത്ഥം. ഒരൊറ്റെണ്ണം നിസ്കരിച്ചില്ലെങ്കിൽ ശൈത്താന്മാരെ ഏതെങ്കിലും ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയാൽ മതി. ഏറ്റവും കൂടുതൽ സ്വാധീനം ആ വീട്ടിലായിരിക്കും. ഇവിടെ ശൈത്താന്റെ കൂടുതൽ സ്വാധീനമുള്ള സ്ഥലമാണ്. ഇവിടെ വെച്ച് നമുക്ക് ഖളാ വീട്ടണ്ട, നമുക്ക് യാത്ര തുടരാം. കുറച്ചു നേരം യാത്ര തുടർന്ന് മറ്റൊരു പ്രദേശത്തെത്തിയപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ നിന്ന് ഇറങ്ങി എല്ലാവരോടും സ്വഫായി നിൽക്കാൻ പറഞ്ഞു. നിസ്കാരം ഖളാ വീട്ടി. ഇങ്ങനെ ജീവിതത്തിൽ എത്ര സംഭവിച്ചു? ഒന്ന്, എന്തിനാണത്? തശ്രീഇന് വേണ്ടിയാണ്. ഈ ഖളാഇന്റെ നിയമമായി പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത്തെ ഒന്നില്ല, ഒരു പ്രാവശ്യമാണ് അങ്ങനെ സംഭവിച്ചത്. ഉറക്കം കൊണ്ട് ഖളാആയ നിയമം പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തൊരു വിഷയമാണത്. അപ്പോഴാ തങ്ങള് പറഞ്ഞത്, ഉറക്കം കൊണ്ടോ നിസ്യാന് കൊണ്ടോ മറതി കൊണ്ടോ നിസ്കാരം ഖളായി പോയത് വീട്ടിയാൽ മതി. അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല. സാധാരണ നിലക്ക് പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊന്നും കാരണങ്ങളായി ദീൻ പരിഗണിക്കുന്നില്ല. സാധാരണ പലരും പറയും മരണം, ജനനം, പിന്നെയോ കല്യാണം, സൽക്കാരം, ജോലി, പഠനം, അധ്യാപനം, യാത്ര, ഈ രൂപത്തിലുള്ളതൊന്നും കാരണങ്ങളായി പരിഗണിക്കപ്പെടുന്നില്ല. കാരണങ്ങളായി പരിഗണിക്കപ്പെടുന്ന കാരണങ്ങൾക്ക് വേണ്ടി ഖളാ ആയത് നിർവഹിച്ചാൽ മതി, അതിന്റെ പേരിൽ കുറ്റമില്ല. അതേ സമയത്ത് അല്ലാതെ ഖളാ ആയ നിസ്കാരങ്ങൾ വീട്ടിയാൽ മാത്രം പോരാ, പിന്തിച്ചതിന് തൗബ വേറെ തന്നെ ചെയ്യണം. റബ്ബേ, ഒരു വക്ത് നിസ്കാരം ഞാൻ പിന്തിച്ചു പോയി, നീ എനിക്കത് മാപ്പാക്കണേ അല്ലാ. മാപ്പ് പറയണം, അല്ലാഹുവിനോട് തൗബ ചെയ്യണം, പിന്നീട് ആവർത്തിക്കില്ല എന്ന് അല്ലാഹുവിനോട് നിശ്ചയപ്പെടുത്തണം. അല്ലാഹുവുമായുള്ള ഹക്ക് വീട്ടിയെങ്കിലേ ഒരാൾ സ്വാലിഹാകൂ, അല്ലാതെ ഒരു നിലക്കും സ്വാലിഹായി പരിഗണിക്കാൻ കഴിയില്ല. പടച്ച റബ്ബുമായിട്ടുള്ള ഹക്ക് നിസ്കാരം എന്ന് പറയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠേറിയതാണ്. അതിനാണ് ഏറ്റവും വലിയ മുൻഗണന, ഏറ്റവും വലിയ പരിഗണനയും അതിനാണ്. നന്നായി പരിഗണിക്കേണ്ട വിഷയവും അതാണ്. നിസ്കാരം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ മഹാന്മാരുടെ മനസ്സിലൊക്കെ വരുന്ന സങ്കടം നോക്ക് നിങ്ങൾ. എത്രമാത്രമാണ് നിസ്കാരവുമായി അവർക്കുള്ള ബന്ധം. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു? സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പ്രഗൽഭനായ ഒരു സ്വഹാബിയല്ലേ മുആവിയ റളിയല്ലാഹു അൻഹു? മഹാനവർകൾ സുബ്ഹി നിസ്കാരത്തിന്റെ ജമാഅത്തിൽ പങ്കെടുക്കാൻ മദീന പള്ളിയിലേക്ക് വരുന്നു. മദീന പള്ളിയിലെത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റക്അത്ത് നിസ്കരിച്ച് രണ്ടാം റക്അത്തിൽ എത്തിയിട്ടുണ്ട്. രണ്ടാം റക്അത്തിൽ എത്തിയിട്ട് ജമാഅത്ത് ലഭിച്ചു. അവ്വല് വക്തിൽ തന്നെ നിസ്കാരം കിട്ടി, ജമാഅത്തിൽ തന്നെ കിട്ടി. പക്ഷേ ഒരൊറ്റ റക്അത്ത് പിന്തിപ്പോയതിന് മഹാനവർകൾ ഒരുപാട് സങ്കടപ്പെട്ടുപോയി, മനസ്സ് വല്ലാതെ വേദനിച്ചുപോയി. എനിക്ക് 2 റക്അത്തും ജമാഅത്തായി കിട്ടേണ്ടതിനു പകരം 1 റക്അത്ത് ഞാൻ പിന്തിപ്പോയല്ലോ അല്ലാഹ്.
നിസ്കാരം നഷ്ടമായിട്ടില്ല, അവ്വല് വക്തിൽ നിന്ന് പിന്തിയിട്ടില്ല, ജമാഅത്ത് കിട്ടാതെ നിന്നിട്ടില്ല. ഒരു റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ തന്നെ ജമാഅത്ത് കിട്ടിയിട്ടുണ്ട്. അവ്വല് വക്തിൽ തന്നെ നിസ്കാരവും കിട്ടിയിട്ടുണ്ട്. മദീന പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിച്ചിട്ടുമുണ്ട്. ഒരൊറ്റ റക്അത്ത് പിന്തിയപ്പോൾ മനസ്സിൽ വല്ലാത്ത സങ്കടവും വേദനയും വന്നു. ആ സങ്കടം അങ്ങനെ വർദ്ധിച്ചു വന്നു. പിറ്റത്തെ ദിവസം സുബിയാകുമ്പോഴേക്ക് മഹാനവറുകളെ നേരത്തെ തലേ ദിവസം എഴുന്നേറ്റതിനേക്കാൾ നേരത്തെ എഴുന്നേറ്റു. നമ്മെ പോലെയല്ലല്ലോ സ്വഹാബിമാര് സുബിഹിന്റെ ജമാഅത്തിന് പള്ളിയിലെത്തുന്നത്. സുബിഹിന്റെ ജമാഅത്തിന് വാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പാണ് മിക്ക ആളുകളും മദീന പള്ളിയിലെത്തിയിരുന്നത് എന്ന് ഹദീസിൽ കാണാം. എന്തേ കാരണം? സുബിഹി ജമാഅത്തിന് വാങ്ക് കൊടുക്കുന്ന മഹാൻ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആണ്. അവർക്ക് എങ്ങനെ സമയം അറിയും? സ്വഹാബിമാര് മുഴുവനും പറയും അസ്ബഹത അസ്ബഹത, നേരം വെളുത്തു, സുബിയായി. ആ വാക്ക് കേൾക്കുമ്പോ വാങ്ക് കൊടുക്കുന്ന ഉയർന്ന സ്ഥലത്തേക്ക് അങ്ങ് കയറി നിന്ന് ഒരൊറ്റ വാങ്ക് വിളി നടത്തും. അപ്പൊ സുബിഹി വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ മിക്ക സ്വഹാബിമാരും പള്ളിയിലെത്തിയിരുന്നു. സുബിഹി വാങ്ക് കൊടുത്താൽ പിന്നെ അവിടെ താമസം ഒരു 2 റക്അത്ത് സുന്നത്തിന് മാത്രമാണ്. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കാത്തു നിൽക്കുന്നില്ല. വേഗം വന്ന് ചോദിക്കുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഇഖാമത്ത് കൊടുക്കുകയല്ലേ? സമ്മതം കൊടുക്കുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു. നമ്മുടെ നാട്ടിന്റെ അവസ്ഥ അനുസരിച്ച് അരമണിക്കൂർ വരെ ജനങ്ങളെ കാത്ത് പിന്തിപ്പിക്കുന്ന സ്ഥലമുണ്ട്. സഹോദരങ്ങളെ, അതൊക്കെ നമുക്ക് വലിയൊരു മസ്ഊലിയത്താണ്, നമുക്ക് ചോദ്യചിഹ്നമാണ്. നമ്മെ കാത്തിട്ടാണ് അത്രയും സമയം കാത്തിരിക്കുന്നത്. പള്ളിയിൽ ഇമാമും മുഅദ്ദിനും ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ, ജമാഅത്ത് നടത്താൻ പറ്റിയ ആളുകൾ ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ, ബാക്കിയുള്ളവർ കൂടി വന്നോട്ടെ എന്ന് കരുതിയിട്ടല്ലേ അത്രയും സമയം കാത്തിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ജമാഅത്ത് ഒരൊറ്റ റക്അത്ത് പോലും കുറഞ്ഞു പോകരുത് എന്ന് ചിന്തിച്ചിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നത് കൂടുതൽ നേരത്തെയാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഏകദേശം 1 മാസത്തിന്റെ ഉള്ളിൽ മഹാനവറുകൾ ഒരു ദീർഘദൂരയാത്ര നടത്തി തിരിച്ചു വരുമ്പോ മഹാനവറുകളുടെ മനസ്സിലൊരു ചിന്ത, ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോയാൽ മുമ്പ് എനിക്ക് 1 റക്അത്ത് മസ്ബൂഖായിട്ട് സുബഹിന്റെ ജമാഅത്ത് 1 റക്അത്തിലാണ് കിട്ടിയത്. ഇന്ന് ഞാൻ പോയി കിടന്ന് ക്ഷീണം കാരണം നന്നായി ഉറങ്ങിയിട്ട് ജമാഅത്ത് നഷ്ടമായാലോ, എനിക്കത് സഹിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞാൻ എത്തുന്നത്, നേരെ വന്ന് പങ്കെടുക്കുന്നത് അവസാനം ഇരിക്കുന്ന അത്തഹിയ്യാത്തിലായാലോ, 2 റക്അത്തും ഞാൻ മസ്ബൂഖായി പോകൂലേ? അതുകൊണ്ട് ഇന്ന് വീട്ടിലേക്ക് പോകണ്ട, മദീന പള്ളിയിൽ നിന്ന് വാങ്ക് കേൾക്കുന്ന ഒരിടത്ത് മരുഭൂമിയിൽ പതുക്കെ ഒരു മുണ്ടും വിരിച്ച് അവിടെ ഒന്ന് ഉറങ്ങാലോ എന്ന് കരുതിയിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് വാങ്ക് കൊടുത്താൽ പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്ന സ്ഥലത്ത് മരുഭൂമിയിൽ തന്നെ ചെറിയൊരു വിരിപ്പ് വിരിച്ച് മഹാനവറുകൾ ഉറങ്ങുന്നു. അങ്ങനെ ഉറങ്ങി ഒരല്പനേരം കഴിഞ്ഞപ്പോഴതാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ ധ്വനി കേൾക്കുന്നു. ബാങ്ക് വിളിച്ചു പോയോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. നോക്കുന്ന സമയത്ത് ഫജ്ർ സ്വാദിക്കുമായിട്ടില്ല, ഫജ്ർ കാദിബും ആയിട്ടില്ല. ഒന്നാമത്തെ വാങ്ക് കൊടുക്കുന്ന നേരം തന്നെ ആയിട്ടില്ലല്ലോ. മഹാനവറുകൾ ചുറ്റും ഇങ്ങനെ നോക്കി. സാധാരണ ചുറ്റും നോക്കിയാൽ കാണും ഫജ്ർ സ്വാദിക്കിന്റെ മുമ്പ് ഒരു ഫജ്ർ കാദിബ്. ആ പ്രകാശവും ആയിട്ടില്ലല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹു തഹജ്ജുദിന്റെ വാങ്ക് കൊടുക്കും. ആ വാങ്ക് കൊടുക്കുന്ന നേരം ആയിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ ആരാ വാങ്ക് കൊടുത്ത്? ഇബ്ലീസ് എങ്ങാനും വാങ്ക് കൊടുത്തോന്ന് ചിന്തിച്ചു പോയി. ശൈത്താനെങ്ങാനും വന്നു. ശൈത്താൻ പിന്നെ വാങ്ക് കൊടുക്കുമെന്നാ പിന്നെ അടുത്ത സംശയം വന്നത്. അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു വിളി, മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒരു വിളി, ഒരു അശരീർ ഇങ്ങനെ. മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ആരാണ്? നിങ്ങൾ സംശയിച്ച ആളെന്നെ, ഞാൻ ഇബ്ലീസ് തന്നെ.
വാങ്കൊടുത്ത് നിങ്ങളാണോ വെച്ചത്? അതെ, വാങ്കൊടുത്തു ഞാൻ തന്നെ. എന്തിനാ വാങ്കൊടുത്തു എന്ന് വെച്ചു. വാങ്കൊടുത്ത് എന്തിനാന്നറിയോ? നിങ്ങൾ ദൂരെ യാത്ര കഴിഞ്ഞ് ക്ഷീണം ബാധിച്ച് വന്ന് കിടക്കുകയാണ്. മദീന പള്ളിയിലെ വാങ്ക് കേട്ടിട്ട് നിങ്ങൾ എഴുന്നേൽക്കൂല. കാരണം നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണമുണ്ട്. നിങ്ങൾ എഴുന്നേൽക്കുന്ന ഒരു പക്ഷേ ജമാഅത്തിന്റെ അവസാനത്തിലായിരിക്കും എത്തുക. ഒരു റക്അത്ത് നിങ്ങൾക്ക് പിന്തിയതിന്റെ സങ്കടം മനസ്സിലിങ്ങനെ ഇരട്ടി ഇരട്ടി വർദ്ധിച്ചു വന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന സ്ഥാനം അത് നോക്കിക്കണ്ടിട്ട് വല്ലാത്ത ഇടങ്ങേറുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇന്ന് 2 റക്അത്തും പിന്തി പോകേണ്ട നേരത്തെ തന്നെ പള്ളിയിൽ എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വാങ്കൊടുത്താന്ന് പറഞ്ഞു. സുബഹി ജമാഅത്തിന് നേരത്തെ തന്നെ എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് വാങ്ക് വിളിച്ച് ഞാൻ ജമാഅത്തിന് പോയ ആ കൂലി മഹത്തല്ലേ ഉണ്ടാകുക. പക്ഷെ ജമാഅത്ത് പോയതിനേക്കാളും ജമാഅത്തിന് നിങ്ങൾ സംബന്ധിച്ചതിനേക്കാളും മഹത്വം നിങ്ങൾക്ക് കിട്ടി. കഴിഞ്ഞ ദിവസം ഒരു റക്അത്ത് മസ്ബൂഖായതിന്റെ പേരിൽ നിങ്ങളെ മനസ്സിൽ വന്ന സങ്കടം അത് ചെറിയ സങ്കടമൊന്നുമല്ല. ഒരു ജമാഅത്ത് മൊത്തം കഴിഞ്ഞു പോയതിന്റെ പേരിലല്ലേ ഉമർ റളിയല്ലാഹു അൻഹു തോട്ടം മൊത്തം സ്വതക്ക ചെയ്തത്. തോട്ടത്തിൽ ഒന്നിങ്ങനെ കയറി നോക്കിയതാണ് പള്ളിയിലേക്ക് വരുമ്പോൾ. ഒരു കാരക്കത്തോട്ടത്തിൽ ഒന്നിങ്ങനെ കയറി ഒന്നിങ്ങനെ നോക്കിയതാണ് ചുറ്റുഭാഗം എങ്ങനെ ഉണ്ട്. തോട്ടത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ജമാഅത്ത് കഴിഞ്ഞു പോയി. സങ്കടം സഹിക്കായിട്ട് മഹാനവർകൾ അപ്പൊ തന്നെ പറഞ്ഞു, ഹാദിഹി സ്വദഖത്തുൻ അലാ മസാക്കീനിൽ മദീന. ഇനി നാളെ ഇതിൽ കയറിയിട്ട് നാളെ വേറെ ജമാഅത്തും പോണ്ടല്ലോ. ഈ തോട്ടം മദീനയിലെ മിസ്കീന്മാർക്ക് സ്വദഖ ചെയ്തു. ജമാഅത്ത് പോയ സങ്കടം കൊണ്ട്. അപ്പൊ മനസ്സിൽ നിങ്ങൾക്ക് ആ സങ്കടം വന്നതിന് അല്ലാഹു തആല നിങ്ങൾക്ക് തരുന്ന സ്ഥാനത്രയെന്നറിയോ? ഇന്ന് ഉറപ്പായിട്ട് നിങ്ങൾ 1-ാം ഭാഗം കേൾക്കൂല, 2-ാം ഭാഗം കേൾക്കൂല. അതിനൊക്കെ ഉറപ്പാക്കാൻ അത്രയും ക്ഷീണുണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്ത് വന്നിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ എണീറ്റ് പള്ളിക്ക് പോയാലും സാധാരണ പോയാൽ കൂലിയല്ലേ കിട്ടുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ 2-ാമത്തെ വാങ്ങും കൊടുത്തിട്ട് നിസ്കാരം തുടങ്ങി 2-ാം റക്അത്തിൽ എത്തുന്നെങ്കിലോ നിങ്ങളെ മനസ്സിന്റെ മിടിപ്പ് കൂടും, സങ്കടം വർദ്ധിക്കും. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ദറജ അത് എനിക്ക് സഹിക്കാൻ പറ്റൂല. സഹോദരങ്ങളെ, ശൈത്താന് അങ്ങനെ ചില ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ നന്മ കിട്ടണ്ടെന്ന് കരുതിയിട്ട് ചെറിയ നന്മക്ക് സഹായിച്ചതാണ് അവൻ. മുആവിയ റളിയല്ലാഹു അൻഹു ജമാഅത്തിൽ ശ്രദ്ധിച്ചതുകൊണ്ട് മഹാനവർകൾ മരുഭൂമിയിലും മുണ്ടും വിരിച്ച് കിടന്നുറങ്ങിയത് സുബ്ഹിന്റെ ജമാഅത്ത് മിന്നവ്വലി മുതൽ പോകരുത് എന്ന് കരുതിയിട്ടാണ്. എത്രമാത്രം വലിയ സങ്കടമാണ് അവരെ മനസ്സിൽ. ഇബാദത്ത് നഷ്ടപ്പെടുമ്പോൾ അവരെ മനസ്സിൽ വരുന്ന സങ്കടം വേറെ ഒന്ന് ചെയ്തു എന്ന സന്തോഷം കൊണ്ട് ആ സങ്കടം തീരൂല. വേറൊരു വലിയ പ്രതിഫലം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള നിലക്ക് സമാധാനിക്കോ ഇല്ല. അങ്ങനെയാണെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സമാധാനിക്കണ്ടേ? അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാ വിശേഷിപ്പിച്ചത്? ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ തങ്ങൾ പറഞ്ഞത്, ഇന്നീ ലഉൽതി ഹാദിഹി റായത ഗദൻ, എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ പതാക നാളെ ഞാൻ ഒരാൾക്ക് കൊടുക്കും. എന്താണ് അദ്ദേഹത്തിന്റെ മഹത്വം എന്നറിയോ? യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി. ഒരു സാധാരണ വ്യക്തിയല്ല, അള്ളാഹുവിനെയും റസൂലിനെയും മഹബത്ത് വെക്കുന്ന ആളാണ്. അള്ളാഹുവും റസൂലും ഇങ്ങോട്ടും മഹബത്ത് വെക്കുന്ന ആളാണ്. അപ്പതാകയും പിടിച്ചു പോയിട്ട് നാളെ വിജയം കൊയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. യഫ്തഹില്ലാഹു അലാ യദൈഹി, അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ അല്ലാഹു തആല വിജയം നൽകുകയും ചെയ്യും. സ്വഹാബിമാര് ഉറങ്ങാത്തൊരു രാത്രിയാണത് എന്ന് ഹദീസിൽ കാണാം, ഒരു റിപ്പോർട്ടിൽ കാണാം. അന്ന് രാത്രി മുഴുവനും ചർച്ചയാണ്, സുബ്ഹിന്റെ ടൈം വരെ ചർച്ചയാണ്. ആർക്കായിരിക്കും 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 എന്തോരു ചർച്ച. ആളെ പറഞ്ഞില്ലല്ലോ, വിഷയം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് പോയി. വല്ലാത്ത ചർച്ച തന്നെ. പലരും പലരെയും അഭിപ്രായപ്പെടുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരിക്കില്ല, കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവിടെ പല വിഷയങ്ങൾക്കും ആവശ്യമുള്ള ആളാണ്. ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വഹാബിമാർക്കിടയിൽ. ഉറക്കമില്ലാത്ത രാത്രികള് സ്വഹാബിമാർക്ക് പലതും ഉണ്ട്, അത് വേറെ പറയേണ്ടതാണ്. കൂട്ടത്തിൽ ഒന്നാണിത്. വല്ലാത്ത ചർച്ച. സുബ്ഹി നിസ്കാരത്തിന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നു. അപ്പോഴെങ്ങാനും പറയും എന്ന് കരുതിയിട്ട് ഹദീസിൽ കാണാം,
വലുപ്പം കുറഞ്ഞ ആൾക്കാര് വലുപ്പമുള്ളവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് തല ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. വിളിക്കട്ടെ എന്ന് ഒരാളല്ലേ വിളിക്കുള്ളൂ, ഒറ്റാളെ വിളിക്കുള്ളൂ, രണ്ടാമത്തെ ആളെ വിളിക്കൂലല്ലോ. ഇപ്പതാകെ ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നല്ലേ പറഞ്ഞത്. ആ ഒരാൾ ഞാനാകണം, ഞാനാകണം, ഞാനാകണം എല്ലാരെയും ആഗ്രഹം. വലുപ്പം കുറഞ്ഞ ആൾക്കാർ വലുപ്പമുള്ളവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് തല ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഉണ്ട്, ഞാനില്ലാന്ന് കരുതിയിട്ട് വിളിക്കാതിരിക്കണ്ടെന്ന് കരുതിയിട്ട്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വഹാബത്തിന്റെ നേർക്കൊന്നിങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പൊ എല്ലാവരും മുഖമിങ്ങനെ മുന്നോട്ട് കാണിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാനാണ്. വല്ലാത്തൊരു വിശേഷണമാണ് കിട്ടിയിരിക്കുന്നത്. യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി. അള്ളാഹുവും അള്ളാന്റെ റസൂലും മഹബത്ത് വെക്കുന്ന, അള്ളാഹുവിനെയും അള്ളാന്റെ റസൂലിനെയും മഹബത്ത് വെക്കുന്ന ഒരാള്, ഒരു വല്ലാത്ത മഹത്വമല്ലേ ആ കിട്ടിയത്, വല്ലാത്തൊരു സ്ഥാനമല്ലേ ആ കൊടുത്തത്. അതിനു വേണ്ടി ആഗ്രഹിച്ചിങ്ങനെ മുഖം കാണിക്കുമ്പോ അവിടുന്ന് ചോദിച്ചു, അയിന അലി ഇബ്നു അബി ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു എവിടെയെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ ഹദീസിൽ കാണാം എല്ലാവരുടെ മുഖത്തും വല്ലാത്തൊരു വിഷമം. ചോദ്യം അലി റളിയല്ലാഹുവിലേക്കായി പോയല്ലോ, എന്നെ വിളിച്ചില്ലല്ലോ എന്നൊരു വിഷമം. ആ വിഷമത്തിനും അള്ളാഹു അവർക്ക് കൂലി നൽകുന്നുണ്ട്. അന്നത്തെ രാത്രി ഉറക്കമൊഴിച്ചതിന് വേറെ കൂലിയുണ്ട്. ഞാനാകണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് നിന്നവർക്കൊക്കെ വല്ലാത്ത കൂലിയുണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എവിടെ? ഒരു സഹാബി മുന്നോട്ട് നിന്നിട്ട് പറഞ്ഞു, നബിയെ വഹുവ ഫീ ബൈതിഹി യഷ്തകി ഐനൈ. കണ്ണിന് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമത്തിലാണ്, പള്ളിയിൽ വന്നിട്ടില്ല. അത്രയും വലിയ പ്രയാസമുണ്ട് കണ്ണ് തുറക്കാൻ. ചെങ്കണ്ണ് ബാധിച്ച് തുറക്കാൻ തന്നെ ഒരു കണ്ണ് സാധിക്കാതെ ഒരു കണ്ണ് ഇങ്ങനെ അടഞ്ഞു പോയിരിക്കുകയാണ്. വല്ലാതെ ചുവപ്പുണ്ട്, വല്ലാത്ത വേദനയുണ്ട്. കൊണ്ടുവരാൻ പറഞ്ഞപ്പോ രണ്ടാള് പോയി അലി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് അവരോടൊപ്പം അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുന്നിലെത്തി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കണ്ണിൽ, അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ ഉമിനീര് പുരട്ടിക്കൊടുത്തു. ഉടനെ തന്നെ ചുവപ്പ് മാഞ്ഞു, നല്ല പ്രകാശവും നല്ല സന്തോഷവും കിട്ടി. അലി റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് പതാക കൈമാറി. അലി റളിയല്ലാഹു അൻഹു നേരെ പുറപ്പെടുന്നു ഖൈബറിലേക്ക്. ഖൈബറിലെത്തുമ്പോൾ അലി റളിയല്ലാഹു അൻഹു കാണുന്നത് ആരെയാണ്? അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഇരട്ടി ഉയരമുള്ള മുറഹിബിനെയാണ്. രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മുറഹിബിന്റെ ഊരക്കെട്ടിന്റെ അത്രേ അലി റളിയല്ലാഹു അൻഹു ഉള്ളൂ. അലി റളിയല്ലാഹു അൻഹു ഒരു കുറിയ മനുഷ്യനാണല്ലോ. മുറഹിബ് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു തടിമാടനാണ്. അലി റളിയല്ലാഹു അൻഹു കണ്ടപാടെ തന്നെ മുറഹിബ് ചിരിച്ചു. ഇദ്ദേഹമാണോ എന്നോട് അടരാടാൻ വന്നിരിക്കുന്നത്, പോരാടാൻ വന്നിരിക്കുന്നത് നോക്കി ചിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയ കഴിവ് വേറെയല്ലേ. അലി റളിയല്ലാഹുവിന്റെ മുന്നിൽ എല്ലാ തരം വീമ്പും വിളക്കിയിട്ട് മുറഹിബ് തന്റെ സ്ഥാനവും മാനവും ഒക്കെ എണ്ണി പറഞ്ഞു. ഖദ് ആലിമത് ഖൈബറു അന്നി മർഹബു ശാകി സിലാഹി ബതലുൻ മുജറബു ഇതിൽ ഹുറൂബു അഖ്ബലത് തലഹബു. ഈ ഖൈബറിനറിയാം ഞാൻ പോരാളിയാണ്. അതേ, പടവാള് എന്തിയിട്ട് നല്ലവണ്ണം പരിചയശീലം നേടിയ ആളാണ്. സംഘട്ടനങ്ങൾ മുന്നിട്ട് വരുമ്പോ തോറ്റുപോകാതെ നല്ല ശക്തിയോടെ വീറോടെ മുന്നേറുന്നൊരു പോരാളിയാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കുറവാക്കിയില്ല. മഹാനവറുകൾ പറഞ്ഞു, മുറഹിബേ അനല്ലദീ സമ്മതിനി ഉമ്മി ഹൈദറാ കലൈതി ഗാബാതിൻ കരീഹിൽ മൻളറാ. എന്റെ ഉമ്മ എനിക്ക് വിളിപ്പേര് വെച്ചത് ഹൈദർ എന്നാണ്. നല്ല അർത്ഥമുള്ള പേരല്ലേ മുറഹിബേ. ആ അർത്ഥം പോലെ പകവീട്ടാനും പൊരുതാനും കഴിവുള്ള ആളാണ് ഞാന്. അങ്ങനെ സഹോദരങ്ങളെ, ഉച്ച സമയത്തിന് ളുഹ്ർ നിസ്കാരത്തിന്റെ ഉടനെ
സംഘട്ടനം ആരംഭിച്ച് എത്രയായിട്ടും മുറഹിബിനെ ഒതുക്കാതെ അലി റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും പടവാളേന്തി മുന്നോട്ട് നീങ്ങുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു ചോദിച്ചു, അല്ല അലി, എന്താണ് ഇത്ര നേരം വൈകുന്നത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുമല്ല, ഒരൊറ്റ നേക്ക് നോക്കുകയാണ്, ഒരൊറ്റ ഊഴം നോക്കിയിട്ട് ഒരു ചാൻസിലൂടെ മുറഹിബിനെ വകവരുത്തണം. കുറെ വെട്ടി പരിക്കേൽപ്പിക്കാനോ കുറെ എതിർപ്പിന്റെ വശങ്ങൾ സ്വീകരിച്ച് കുറെ നേരം പോരാടാനോ ഉദ്ദേശിക്കുകയല്ല. ഒരൊറ്റ നേക്ക് നോക്കിയിട്ട് ശത്രുവിനെ കീഴ്പ്പെടുത്താനുള്ള നേക്ക് നോക്കുകയാണ്. അതാണ് സമയം എടുക്കുന്നത്. അത് സഹോദരങ്ങളെ അസ്ർ വാങ്ങും കൊടുത്തു. വീണ്ടും അങ്ങനെ മുന്നോട്ട് 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 പടയോട്ടം നടക്കുകയാണ്. അങ്ങനെ അതാ ഒരൊറ്റ വീശലോടെ മുറക്കിബ് നിലംപതിച്ച് താഴെ വീണപ്പോ ചുറ്റും കൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് ജൂതന്മാര് മുഴുവനും ഒളിച്ചോടിപ്പോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരും സന്തോഷത്തോടെ തക്ബീർ മുഴക്കി, അല്ലാഹു അക്ബർ, ഖരിബത്ത് ഖൈബറു, ഖൈബർ കാലിയായി പോയി. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. കുറെ നേരം നീണ്ട പോരാട്ടം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കട്ടെ എന്ന് കരുതി ഇരിക്കുമ്പോ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒന്ന് അടുത്തിങ്ങനെ വന്നു. കുറച്ചു നേരം അലി റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ച് അവിടുത്തെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങി. സാധാരണ ഉറങ്ങുന്ന സമയം അല്ല. അസ്റിന്റെ ശേഷം ഉറങ്ങുന്നത് അത്ര ഉചിതല്ലല്ലോ, നല്ലൊരു പരിപാടിയല്ലല്ലോ. അസ്റിന്റെ ശേഷം ഉറങ്ങലും നന്നല്ല. ഉറങ്ങുന്ന പോത്തെ അപ്പണി ചെയ്യല്ല. അങ്ങനെയാണ് തഴവാസ്താദിന്റെ വരിയിൽ ഞങ്ങളെ ഉറങ്ങുന്ന പോലെ പോത്തെന്ന് വിളിച്ചൊന്ന് പറയരുത്. തഴവാസ്താദ് ആ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ഉറങ്ങുന്ന പോത്തെ അപ്പണി ചെയ്യല്ല. ഉറങ്ങുന്നാക്ക് പറ്റിയൊരു പേരാണ്ട് എഴുതി കൊടുത്തതാണ്. അങ്ങനെ അസ്റിന്റെ ശേഷം ഉറങ്ങുന്ന അത്ര നല്ലതല്ല. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ അവർ ഉറങ്ങിയത് വരും. വലിയ ആൾക്കാർ അസ്റിന്റെ ശേഷം ഉറങ്ങരുത്. ഉണർന്നിരിക്കേണ്ട ഒരു നേരമാണ് അസ്റിന്റെ ശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്നറിയില്ല, ക്ഷീണം കൂടുതലാണെന്നർത്ഥം. തങ്ങള് അലി റളിയല്ലാഹുവിന്റെ മടിയിൽ തലവെച്ചുറങ്ങി. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്കും നോക്കുന്നു, സൂര്യനിലേക്കും നോക്കുന്നു. അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ. പടച്ചോനെ, അസ്ർ നിസ്കാരം ബാക്കിയുണ്ടല്ലോ, അസ്ർ നിസ്കാരം ബാക്കിയുണ്ടല്ലോ. സത്യത്തിൽ ഇവിടെ വലിയ ഒരു പടയോട്ടം നടത്തിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വലിയൊരു സ്ഥാനം കരഗതമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വിഷയമൊന്നും അതല്ല, നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നാണ്. സൂര്യൻ അങ്ങ് അസ്തമിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിലുള്ള സങ്കടം അത് ഒതുക്കി നിർത്താൻ കഴിയാതെ മഹാനവറുകൾ പൊട്ടിക്കരഞ്ഞുപോയി. കരഞ്ഞപ്പോ കണ്ണീര് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തെ കുറ്റി. തങ്ങൾ എഴുന്നേറ്റ് ചോദിച്ചു, എന്താണ്? അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, മാ സ്വല്ലൈത്തുൽ അസ്റ യാ റസൂലല്ലാഹ്, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല നബിയെ. അസ്ർ നിസ്കരിക്കാത്ത സങ്കടമാണിത്. നിങ്ങൾ നോക്കി, ഇത്രയും വലിയ വിജയം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്മാനിച്ച് വലിയൊരു വിജയം കൊയ്തു കൊടുത്ത് ആ ഒരു വിഷയത്തിൽ ആശ്വാസമല്ല, നിസ്കാരം ഒന്ന് സമയം ഒന്ന് മാറിയപ്പോഴേക്ക് വരുന്ന സങ്കടം. സഹോദരങ്ങളെ, അത് ഈമാനുള്ളവർക്കുള്ള ഒരു സംഗതിയാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കരയുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നഹു കാന ഫീ ത്വാഅതിക് വത്വാഅത്തി റസൂലിക ഫർദുദിശംസ. അല്ലാഹുവേ, അലി റളിയല്ലാഹു അൻഹു നിന്റെ പൊരുത്തത്തിലായിരുന്നു, നിന്റെ റസൂലായ എന്റെ പൊരുത്തത്തിലുമായിരുന്നു. സൂര്യനെ മടക്കി കൊടുക്കണേ അല്ലാഹ്. അസ്തമിച്ച സൂര്യൻ തിരിച്ചു വന്നു. സ്വഹാബിമാര് പറയുന്നു, അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖം കാണേണ്ടിയിരുന്നു. സൂര്യൻ തിരിച്ചു വന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ഒരു 14-ാം രാവിന്റെ ചന്ദ്രൻ ഉദിച്ചതുപോലെ വല്ലാത്തൊരു പ്രഭയും പ്രകാശവും വല്ലാത്തൊരു സന്തോഷവും മുറ്റി നിൽക്കുകയാണ്. അസ്ർ നിസ്കരിച്ചിട്ട് വല്ലാത്ത സന്തോഷമായി. ഇത്രയും ദീനിന് വേണ്ടി പോരാടിയിട്ട് അതിന് വലിയ സ്ഥാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടും ഒരു നിസ്കാരം മുടങ്ങുന്നത് ആലോചിക്കാൻ വയ്യ, അത് സഹിക്കാൻ പറ്റൂല.
അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ ബാധ്യതകൾ നിർവഹിക്കണം.